സ്വർഗം ഇടവരുത്തിയതിനെ ഓർത്ത് ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോടു കൂടി ഒരിക്കൽ കൂടി മഹത്വം കയറ്റിയ വിശേഷാൽ നമ്മുടെ മധ്യേ കടന്നു വന്നിരിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ളതായ സ്നേഹവന്ദനത്തെ അറിയിക്കുന്ന കർത്താവ് നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്നാൽ അർത്ഥമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. വേഗത്തിൽ തിരുവചനത്തിലേക്ക് കടന്നു വരുവാൻ തക്കോണം കർത്താവിൽ ഞാൻ പൂർണ്ണമായി ശരണപ്പെടുക. 147 സങ്കീർത്തനം നമുക്ക് എല്ലാവർക്കും സുപരിചിതവും അനവധി പ്രാവശ്യം നമ്മൾ വായിച്ചിട്ടുള്ളതും അനവധി തിരുവചന സത്യങ്ങൾ ദേവദാസന്മാർ കൂടി കേട്ടിട്ടുള്ളതുമായ തിരുവചന വേദഭാഗം 147 സങ്കീർത്തനത്തിന്റെ ഒരു വാക്യം. അതിന്റെ 5ാമത്തെ വാക്കിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നാം കാണുന്നു നമ്മുടെ കർത്താവ് വലിയവനും ശക്തിയേറിയവനുമാകുന്നു, അവന്റെ വിവേകത്തിന് അന്തമില്ല എന്ന്. നമ്മുടെ കർത്താവ് വലിയവനും ശക്തിയേറിയവനുമാകുന്നു, അവന്റെ വിവേകത്തിന് അന്തമില്ല. Great is our Lord and the mighty in power, his understanding has no limit. ഇന്ന് പകൽക്കാലവും സ്തോത്രം, ആ സർവശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യേ കടന്നു വന്നിട്ടുണ്ട്. ദൈവം ആരാന്ന് അറിഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം പകൽക്കാലം നമുക്ക് ഏവർക്കും സാധ്യമായി തരണം. സങ്കീർത്തനത്തിന്റെ പ്രാരംഭ വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്ന പ്രകാരമാണ്, യഹോവയെ സ്തുതിപ്പിൻ, നമ്മുടെ ദൈവത്തിന് കീർത്തനം പാടും നല്ലത്, അത് മനോഹരവും സ്തുതി ഉചിതവും തന്നെ എന്നാണ് ഒന്നാം വാക്യം അവിടെ പറയുന്നത്. അതിന് ഹെഡിംഗിൽ പ്രകാരം പറഞ്ഞിരിക്കുന്ന ആരാണ് ഇസ്രായേലിനെ കൂട്ടിച്ചേർത്തതിനുള്ളതായ സന്തോഷ നിമിത്തം അവർ ദൈവത്തെ സ്തുതിക്കുന്നതായ സങ്കീർത്തനത്തിന്റെ ഹെഡിംഗിൽ പറയുന്നത് ഇസ്രായേലിനെ കൂട്ടിച്ചേർത്തതിനുള്ളതായ സന്തോഷം എന്നാ പറയുന്നത്. Starts off with the heading that he brings together the brokenheartedness of Israel. ഇംഗ്ലീഷ് മെസ്സേജിൽ കൂടി നമ്മൾ കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നു നാം ആരാകുന്നു എന്ന്. We've listened through the English message to understand who we are. അപ്പോൾ ആരാണ് ദൈവത്തെ സ്തുതിക്കേണ്ടതെന്നുള്ള കാര്യം വ്യക്തമായി തിരുവചനം പറയുന്നു. ദൈവത്തിന്റെ കൃപ അനുഭവിച്ചത്, ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കണമെന്ന്. And so this passage reminds us who is to praise God. It is those who have received His grace. നമ്മൾ പാട്ടുപാടിയപ്പോൾ പാടി ആരാലും അറിയപ്പെടാതിരുന്ന നമ്മെ തേടി വന്നതായ ഒരു കർത്താവിനെ കുറിച്ച് നമ്മൾ പാടുവാൻ തക്കവണ്ണം ഇടയായി. And we sang a song that when we were nothing, God ran after us and got us. യാതൊരു ഗുണവും യാതൊരു ശ്രേഷ്ഠതയും യാതൊരു മാന്യതയും പറയാതിരുന്നതായി എന്നെയും നമ്മെ ഓരോരുത്തരെയും തേടി വന്നതായ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടു കൂടി ആരാധിപ്പാൻ തക്കവണ്ണം ദൈവമക്കളെ ഇന്ന് പകൽക്കാലം നമുക്ക് സാധ്യമാകണം. When we had no worth and God came after us, we should be able to worship that God. അതിന്റെ ഹെഡിംഗിൽ പറയുകയാണ് കൂട്ടിച്ചേർത്തതിനുള്ളതായ സന്തോഷം. And it talks about in the heading the when you bring together this gladness that comes from it. പകൽക്കാലം നാം ദൈവസന്നിധിയിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ എന്നെ കൂട്ടിച്ചേർത്തതായ സന്തോഷത്തെ നാം ഒന്ന് ഓർത്ത് ദൈവത്തെ സ്തുതിപ്പാൻ ഇടയാകട്ടെ. And we should praise God, understanding that God has brought us together. ഇവിടെ 5ാം വാക്യത്തിൽ പറയുകയാണ് നമ്മുടെ കർത്താവ് വലിയവനും ശക്തിയേറിയവനുമാകുന്നുവെന്ന്. And verse 5 says, great is the Lord and abundant in His power. അപ്പോൾ നമ്മുടെ ദൈവം ആരാകുന്നു? And who is our God? നമ്മുടെ ദൈവം ശക്തിയേറിയ ദൈവമാകുന്നു. He is a God with mighty in His power. സർവശക്തനായ ദൈവത്തെ ഇന്ന് പകൽക്കാലം നാം ആരാധിക്കുമ്പോൾ, and when we worship the Almighty God, ഈ തിരുവചനത്തിൽ കൂടി കാണുന്നതായ ദൈവിക പ്രസൻസ്, ദൈവിക ശക്തി നമ്മുടെ ഹൃദയങ്ങളിലേക്ക്, നമ്മുടെ ശരീരങ്ങളിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ജീവിതാവശ്യങ്ങളിലേക്ക് വ്യാപരിപ്പാൻ തക്കവണ്ണം ഇടയാകിയ the presence that is coming through the God's word will be able to manifest in our lives. കഴിഞ്ഞ രാത്രി ശക്തമേറിയ ദൈവവചനം കർത്തദാസനെ കൂടി കേൾപ്പാൻ തക്കവണ്ണം ഇടയായി. We were able to hear powerful words from the pastor yesterday. അത്യന്തപരമായി നമ്മൾ വ്യാപരിക്കുന്നതായ ദൈവശക്തിയെ കുറിച്ച് we were able to hear about the mighty power that is within us. ദൈവശക്തി ആരിലാണ് വ്യാപരിക്കുന്നത്? Where does God's power manifest? കർത്താവിനെ ആരാധിക്കുന്നവരുടെ മേല്, those who worship God, പൂർണ്ണ ഹൃദയത്തോടെ അവനെ അനുസരിക്കുന്നവരുടെ മേല്, those who obey Him with His whole അവൻ heart, പകരുന്നതായ ദൈവിക നിറവ്, He brings upon ആത്മാവിന്റെ ശക്തി and the spirit and the power of the Spirit. ഇന്ന് പകൽക്കാലം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവിച്ചേ നാം അടങ്ങാവൂ. We should experience that and only go. സർവശക്തനായ ദൈവം, the Almighty God, omnipotence എന്നാണ് പറയുന്നത് നമ്മുടെ കർത്താവിനെ കുറിച്ച്. it describes as omnipotent. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിന്റെ 1-ാം തിരുവചന വേദഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ പറയുന്നുണ്ട് ഞാൻ സർവശക്തനായ ദൈവമാകുന്നു എന്ന്. In Genesis 17 verses 1 it says, I am God Almighty. അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി അവനോട് പറയുകയാണ് ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു എന്ന്. And when Abraham is 99 years old, God is saying, I am God Almighty. തുടർന്നുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നു നീ എന്ത് ചെയ്യണം, നീ എന്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായി എനിക്കും നിനക്കും മധ്യേ ഞാൻ എന്റെ
നിയമം സ്ഥാപിക്കും. നിനക്കും മധ്യേ ഞാൻ എന്റെ നിയമത്തെ സ്ഥാപിക്കും. അപ്പൊ നീ എനിക്ക് മുമ്പേ എങ്ങനെ നടക്കണമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. And how is Abraham to walk? നീ എനിക്ക് മുൻപാകെ നിഷ്കളങ്കനായി നടന്ന്. He is to walk blameless before God. അപ്പൊ സർവശക്തിയുള്ള ദൈവത്തിന് മുൻപാകെ ദൈവമക്കൾ എങ്ങനെയാണ് നടക്കേണ്ടത്? So how must we walk before the Almighty God? നിഷ്കളങ്കതയോടുകൂടി, as blameless, നേരോടുകൂടി, as true and straight. നേരോടെ നിഷ്കളങ്കതയോടെ നടക്കുന്നവന് ഒരു നാൾ ഒരു നന്മയ്ക്കും ഒരു മുടക്കം വരികയില്ല. No, they will lack no blessing if they walk blameless in the straight path. 18-ാം അധ്യായത്തിന്റെ 14-ാം തിരുവചന വേദഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ അവിടെ നാം കാണുന്നു യഹോവയെ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ എന്ന്. And we read here, is anything too hard for the Lord? അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു. And so the Spirit of the Lord is trying to say, ഇന്ന് പകൽക്കാലം ദൈവിക പ്രസൻസ് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ചെന്ന് ചെയ്യുവാനായിട്ട് പോകുക. God wants to do certain things in our lives this morning. ആത്മീയമാണ് ദൈവിക പ്രവൃത്തി വെളിപ്പെടുവാൻ തക്കവണ്ണമിടയാകുന്നത്. And where will God's work be manifested? ദൈവവചനത്തെ പൂർണ്ണമായി അംഗീകരിക്കുന്നവരുടെ മേൽ, those who accept God's word for what it is. വചനത്തിന്റെ മേൽ സമർപ്പണം ഏർപ്പെടുത്തുന്നതിന്റെ മേൽ ദൈവ പ്രവൃത്തി വെളിപ്പെടുവാൻ തക്കവണ്ണമിടയാകും. To those who surrender before God's word, വേഗത്തിൽ കടന്നുപോകത്തെ 2-ാം വാക്യത്തിൽ പറയുന്നു യഹോവ യെരൂശലേമിനെ പണിയുന്നു എന്ന്. And the Lord builds up Jerusalem. അവൻ ഇസ്രായേലിന്റെ ഭ്രഷ്ടന്മാരെ കൂട്ടിച്ചേർക്കുന്നു എന്ന്. And he gathers the outcasts of Israel. നമ്മെ പണിയുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. And there is a God that works on us. കർത്താവ് നമ്മെ പണിയുന്നതിന് ചില ഉദ്ദേശമുണ്ട്. And there is a reason behind why God works. നമുക്ക് കാണുവാനായിട്ട് ലൂക്കോസിന്റെ സുവിശേഷത്തിലും മത്തായിയുടെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ യെരൂശലേമിനെ കുറിച്ച് പറയുന്നുണ്ട്. യെരൂശലേമേ യെരൂശലേമേ, കോഴി തന്റെ കുഞ്ഞിനെ ചിറകിൻ കീഴിൽ കാക്കുന്നത് പോലെ എനിക്ക് നിന്നെ ചേർത്ത് കൊള്ളുവാൻ മനസ്സുണ്ടായിരുന്നു എന്ന്. And in Matthew and Luke it reads, Jerusalem, Jerusalem, like a mother hen looks after his young, like that God wants to look after us. എന്നാൽ പലപ്പോഴും ഹല്ലേലൂയ കർത്താവ് നമ്മോട് സംസാരിക്കുമ്പോൾ, but many times when God speaks to നാം us, ദൈവ ശബ്ദത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാറുണ്ടോ? do we surrender ourselves before God's word? ഇന്ന് പകൽക്കാലം നമ്മുടെ ഒരു മടങ്ങി വരവിന് വേണ്ടി സ്വർഗ്ഗം ആഗ്രഹിക്കുക. God wants us to come back to his presence. അപ്പോൾ നമ്മെ പണിയുവാൻ തക്കവണ്ണം സ്വർഗ്ഗം ഇന്ന് പകൽക്കാലം നമ്മോട് സംസാരിക്കുക. And so heaven is speaking to us to walk on us. വളരെ വ്യക്തമായ തിരുവചനത്തിൽ കൂടി ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം ഇടപെട്ടു. And the Spirit of the Lord spoke to us very clearly this morning. കുഴിച്ചിടുക തന്നെ ചെയ്യണം. We must bury what we ought to bury. നാം മരവിപ്പിച്ചു വെക്കുകയല്ല ചെയ്യേണ്ടത്, മരിപ്പിക്കേണ്ടതിനെ മരിപ്പിക്കുക തന്നെ ചെയ്യണം. We must put to death what is to be put to death. മരിപ്പിക്കേണ്ടതായ പലതും ഇന്ന് നാം വഹിച്ചുകൊണ്ട് നടക്കുക. Many times we are still living with what is to be dead. മരിപ്പിക്കേണ്ടതായ പല വാക്കുകളും നാം ഇന്ന് മരവിപ്പിച്ചു വെച്ചിരിക്കുക. Many words that we've still hidden it. മരിപ്പിക്കേണ്ടതായ പല പ്രവൃത്തികളും നാം ഇന്ന് മരവിപ്പിച്ചു വെച്ചിരിക്കുക. Many actions where we put to death we still do. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു. And so the Spirit of the Lord is saying this ഒരു morning, അവസരം കൂടി നിന്റെ ജീവിതത്തിലേക്ക് ഞാൻ തരുവാൻ തക്കവണ്ണം ഇന്ന് പകൽക്കാലം ആഗ്രഹിക്കുക. that I desire to give you one more chance. ഒന്ന് പണിയുവാൻ തക്കവണ്ണം സ്വർഗ്ഗം ആഗ്രഹിക്കുക. That I wish to work on you. കർത്താവ് ചെത്തുമ്പോൾ ചില അവസരങ്ങളിലൊക്കെ നമുക്കൊരു വേദന എടുക്കും കേട്ടോ. When God cuts down, we will experience some pain. എന്നാൽ ആ വേദനകളുടെ നടുവിലും അവൻ നമുക്ക് പകരുന്ന ഒരു സന്തോഷമുണ്ട്. But in the midst of that pain, there is a joy. കഴിഞ്ഞ രാത്രിയിൽ വളരെ ശക്തമായ കർത്താവിന്റെ ദാസൻ ഹല്ലേലൂയ സ്തോത്രം പൗലോസിന്റെ ജീവിത യാത്രയെക്കുറിച്ച് പറയുവാനിടയായി. Yesterday the pastor was able to speak about Paul's life journey. യാത്രയിൽ ഈശാന മൂലയിൽ കൊടുങ്കാറ്റ് അടിച്ചുകൊണ്ട് താൻ യാത്ര ചെയ്തായ പടക് തകരുവാൻ തക്കവണ്ണം ഇടയായി. And on the ship that he was traveling on, it was becoming a shipwreck. എന്നാൽ അതിന്റെ നടുവിൽ ദൈവകരം തന്നെ സൂക്ഷിപ്പാൻ തക്കവണ്ണം ഇടയായി. But in the midst of that, God's hand was able to protect it. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ സ്വർഗ്ഗം നമ്മെ പണിയുമ്പോൾ, This morning when heaven walks on us, ചില വേദനകൾ നമുക്ക് തോന്നുമായിരിക്കും. we might experience some എന്നാൽ pains. അതിന്റെ അവസാനം നാം അനുഭവിക്കാൻ പോകുന്നത് But the end that we will experience വലിയ ഒരു സന്തോഷമാണ്. is a great വലിയൊരു joy. സമാധാനം Is a അനുഭവിക്കാനായിട്ട് great peace that we will ഇവിടെ experience. പറയുകയാണ് യഹോവ യെരൂശലേമിനെ പണിയുന്നുവെന്ന്. Here the Lord builds up യഹോവ Jerusalem. ഭ്രഷ്ടന്മാരെ അവൻ കൂട്ടിച്ചേർക്കുന്നുവെന്ന്. And he gathers the outcasts of Israel. നല്ല ഇടയനായ ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് എന്തിനാ? Why did the good shepherd come to this world? പാപികളായ എന്നെ തേടിയ, To look after the sinners പാപിയായ like നമ്മെ us. തേടി അവൻ ഭൂമിയിലേക്ക് വന്നത്. He came in search of the sinners നമ്മെ like us. കൂട്ടിച്ചേർക്കുവാൻ വേണ്ടിയിട്ട് അവൻ വന്നത്. He came to bring us all ആ together ക്രിസ്തുവിനെ പിൻപറ്റുവാൻ വേണ്ടി, and to run after that ആ God ക്രിസ്തുവിനെ അനുസരിക്കുവാൻ വേണ്ടി and to obey that Christ. ദൈവമക്കളെ നമുക്കൊരു സമർപ്പണം We ഉണ്ടായിരിക്കണം. must be able to surrender for that. വേഗത്തിൽ പോട്ടെ 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നു, മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുന്നു എന്ന്. He heals the brokenhearted അവരുടെ മുറിവുകളെ അവൻ കെട്ടുന്നു എന്ന്. and binds up their wounds. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം വളരെ വ്യക്തമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, തകർന്ന ഹൃദയത്തെ അവൻ ഒരു നാളും നിരസിക്കുന്നില്ല.
The Spirit of the Lord is saying, the broken-hearted He will not let become broken. ചതഞ്ഞോടെ അവൻ ഒരു നാളും അവൻ ഒടിച്ചു കളയുകയില്ല. He will not break apart those that are അവൻ മുറിവ് broken-hearted. വെച്ച് കെട്ടുന്ന നല്ല കർത്താവാ. He is a good Christ that binds up our wounds. എന്നാൽ പലപ്പോഴും നമ്മൾ എന്താ ചെയ്യുന്നത്? But many times, what do? നമ്മൾ തകർന്നിരിക്കുന്ന ആയ മനസ്സിനെ ആശ്വസിപ്പിക്കുന്നവരാകുന്നു. Do we give comfort to our broken-hearted? പലപ്പോഴും നമ്മൾ തകർന്നിരിക്കുന്ന മനസ്സിന് മുറിവ് വെച്ച് കൊടുക്കുന്നവരല്ലേ? We give more wounds to our അവരുടെ broken heart. ചെറിയ മുറിവുകളെ നമ്മൾ വലുതാക്കുന്നവരല്ലേ? We make smaller wounds larger. പകരക്കാലം മുറിവ് വലുതാക്കുന്നവരായി തീരാതെ Rather than making your wounds greater. മുറിവിനെ മുടക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. We must be able to dry our കർത്താവ് wounds. അതാ നമ്മിൽ കൂടി ആഗ്രഹിക്കുന്നത്. Jesus wants that of മുറിവിനെ us. വർദ്ധിപ്പിക്കുന്നവരാകാതെ, Not to make our wounds bigger, മുറിവിനെ ചേർത്ത് മുടക്കുന്നവരായിരിക്കുന്ന നല്ല വ്യക്തിത്വങ്ങളായി തീരുവാൻ but to dry our wounds. കർത്താവ് നമ്മെ കുറിച്ച് God ആഗ്രഹിക്കുകയാണ്. wants that from നമ്മുടെ us. കർത്താവോട് പറയുക, അവൻ മനം തകർന്നവരെ സൗഖ്യമാക്കുന്നുവെന്ന്. And He heals the broken heart. കഴിഞ്ഞ രാത്രി നമ്മൾ കേട്ടു, ഹല്ലേലൂയ സ്തോത്രം, ഒരുവൾ ഹല്ലേലൂയ സ്തോത്രം ഭവനത്തിൽ അനുഭവിച്ചതായ വേദനയെ കുറിച്ച്. Last night we heard about the pains experienced in a certain household. തന്നോട് കൂടെ ഭവനത്തിൽ പാർത്തിരുന്നവൾ തന്നെ നോക്കുമ്പോൾ അവൾ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുക. The person that is with them in the house, they look and there is always smiling. സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ സമൂഹം തന്നെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുക. And when he goes into the community is looking at തന്റെ him സങ്കടം smiling. പറയുവാനായിട്ട് അവൾക്ക് ഒരു സ്ഥലവുമില്ല. But he has nowhere to share his sorrow എന്നാൽ with. ഒരു സങ്കേതം കണ്ടെത്തി. But he sought out a അവിടെ refuge. യഹോവയുടെ ആലയത്തെ അവൾ സങ്കേതമായി അവൾ കണ്ടു. He looked at the God's presence as his അവൾ refuge. ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നു. And he came into God's അവൾ തന്റെ presence. ഹൃദയം ദൈവമുമ്പാകെ പകരുവാൻ തക്കവണ്ണം ഇടയായി. And he poured out his heart before God. ആലയത്തിലെ പുരോഹിതൻ പോലും അവളെ സംശയത്തോടെ നോക്കി. And the priest of the temple even looked at എന്നാൽ her. തകർന്ന ഹൃദയത്തിന് വേദനയെ അറിയുന്ന നല്ല കർത്താവ് But the God who knows our broken അവളുടെ heart തകർന്നും നുറുങ്ങിയിരിക്കുന്ന ആ ഹൃദയത്തെ അവൻ ആശ്വസിപ്പിക്കാനിടയായി. was able to comfort our broken heart. അവൾ എന്താ ആഗ്രഹിച്ച ആലയത്തിലേക്ക് കടന്നുവോ, And whatever she wanted going into the temple, ആ നന്മ കണ്ട് അവൾക്ക് സന്തോഷിപ്പാൻ തക്കവണ്ണം ഇടയായി. she was able to experience that blessing. തകർന്നും നുറുങ്ങിയുമായ ഹൃദയമായി ഇന്ന് പകൽക്കാലം ആരെങ്കിലും ദൈവസന്നിധിയിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, If any of us are broken or wounded hearted, തകർന്നു നുറുങ്ങിയിരിക്കുന്ന നിങ്ങളുടെ ഹൃദയത്തിന്റെ അവസ്ഥയെ കണ്ട് തൊടുന്ന കർത്താവ് സാന്നിധ്യം ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യയുണ്ട്. the presence of God that touches our broken heart is here this കർത്താവ് morning. എന്നെ ഇത് തൊടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കാമോ? Can you pray, Lord, please touch my heart? നിന്റെ ആണിപ്പാടുള്ള കരമെന്നെ ഒന്ന് തൊട്ട് സൗഖ്യമാക്കണമേ എന്ന് പറയാമോ? Can you stretch out your mighty right hand to touch me? വിഷയം ഒരുപക്ഷെ പുറത്തു പറയുവാനായിട്ട് കഴിയുന്നതായിരിക്കത്തില്ല. Sometimes you cannot share it out with others. മറ്റുള്ളവരോട് പറഞ്ഞാൽ ഒരുപക്ഷെ അവർ നിങ്ങളെ കളിയാക്കുമായിരിക്കും. They might shame you if you share it with others. ഒരുപക്ഷെ മറ്റുള്ളവർ നിങ്ങളെ മാറ്റി നിർത്തുമായിരിക്കും. They might ostracize you if you എന്നാൽ share it. നിങ്ങളെ കളിയാക്കാത്ത, But the God who does not നിങ്ങളെ shame you, ഒരിക്കലും മാറ്റി നിർത്താത്ത ഒരു കർത്താവ് that does not set you ഇന്ന് aside, പകൽക്കാലം അവൻ പറയുകയാ, that God is saying, ഞാൻ നിങ്ങളെ സൗഖ്യമാക്കുമെന്ന്. I will heal you. ഒരുപക്ഷെ വൈദ്യശാസ്ത്രം പറഞ്ഞിട്ടുണ്ടായിരിക്കും നിനക്ക് രക്ഷയില്ല എന്ന്. Medical science might have said you have no hope. വൈദ്യശാസ്ത്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന്. It might have said that your days are numbered. എന്നാൽ ഇന്ന് പകൽക്കാലം കർത്താവ് പറയുകയാ, But Jesus is saying, ഞാൻ കൽപ്പിച്ചാൽ ആരാധന തടുക്കും. if I say it, who can ഞാൻ stop it? തൊട്ടാൽ ആരാധന അതിനായി എതിർത്ത് നിൽക്കുമെന്ന്. If I touch it, who can ഇന്ന് be against പകൽക്കാലം it? സ്വർഗീയ സാന്നിധ്യം നമ്മുടെ മധ്യമുണ്ട്. This presence of the Lord is with us this morning. പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും ഇന്ന് പകൽക്കാലം ഒന്ന് ടച്ച് ചെയ്യുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുക. The Holy Spirit desires to touch us this morning. അവൻ നമ്മെ തൊടണമെങ്കിൽ If He needs to touch നമ്മളിൽ ഒരു us, വിശുദ്ധി ഉണ്ടായിരിക്കണം. we must have a നമ്മളിൽ holiness ഒരു inside. നേരുണ്ടായിരിക്കണം. We must have a truth നമ്മളിൽ ഒരു inside. നന്മ അവൻ കാണുവാൻ തക്കവണ്ണം ഇടയാകണം. We must see the blessing in നമ്മളിൽ ഒരു us. നന്മ അവൻ കാണുന്നുവെങ്കിൽ, If He sees the blessing നമ്മളിൽ in ഒരു us, നേര് അവൻ കാണുന്നുവെങ്കിൽ, if He sees the truth in us, നിശ്ചയമായും ഇന്ന് പകൽക്കാലം ആലയം വിട്ടുപോകുന്നത് when we leave this church, കുഞ്ഞാട് തൊഴുത്തിൽ നിന്ന് ഹല്ലേലൂയ എങ്ങനെ പുറത്തോട്ട് മേച്ചിൽ പുറത്തേക്ക് പോകുന്നുവോ, just like a lamb leaves, അതേ ആനന്ദത്തോടുകൂടി, we will go with the same അതേ rejoicing. സന്തോഷത്തോടുകൂടി നമുക്ക് ആലയം വിട്ടു മടങ്ങുവാനിട്ട് We ഇടയാകും. can leave with that same happiness. Praise God. ഹൃദയം തുറക്കത്തോടെ ആലയത്തിലേക്ക് വന്ന If we come into the broken heart into this അവൾ church, സന്തോഷത്തോടെ അവൾ സമാധാനത്തോടെ അവൾ ഭവനത്തിലേക്ക് പോയി എന്ന് നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നത്. they will go back with gladness and അവളുടെ rejoicing. മുഖം പിന്നെ ഒരു നാളും വാടിയില്ല എന്ന് നമ്മൾ വായിക്കുന്നത്. Their faces will never be കർത്താവ് downcast. എന്ന് പകൽക്കാലം ഒന്ന് തൊട്ടാലുണ്ടല്ലോ, If Christ touches us this നമ്മുടെ morning, ഹൃദയം സന്തോഷിപ്പാനിടയാകും. our heart will be നമ്മുടെ glad. മുഖം പിന്നെ പാടുകയില്ല. Our face will not become ലോകം downcast. എന്ത് പറഞ്ഞാലും, Whatever the world സമൂഹം says, എന്ത് പറഞ്ഞാലും, whatever the community പ്രിയപ്പെട്ടവർ says, എന്ത് പറഞ്ഞാലും, whatever your സ്നേഹിതർ says, എന്ത് whatever പറഞ്ഞാലും, your friends say, എന്റെ കർത്താവ് കൽപ്പിച്ചാൽ if my God says, ഹൃദയത്തിൽ
കടന്നു വരുന്നതായ ആത്മസന്തോഷം, the joy that comes in our hearts, ഹൃദയത്തിൽ പകരുന്നതായ സ്വർഗീയ സമാധാനം, the peace that comes in our lives, അതനുഭവിച്ച് നമ്മൾ ഇന്ന് വേറെ കാലം മടങ്ങണം. we will experience that in ഇവിടെ return home. പറയുക, മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുന്നു, അവരുടെ മുറിവുകളെ അവൻ കെട്ടുന്നുവെന്ന്. He heals the brokenhearted and binds up their wounds. ആറാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നു, യഹോവ താഴ്മയുള്ളവനെ ഉയർത്തുന്നുവെന്ന്. And in the 6th verse, the Lord lifts up the humble. Praise God. വളരെ വ്യക്തമായി വചനം പറയുന്നു, ആരെയാണ് യഹോവ ഉയർത്തുന്നത്? Who does the Lord lift up? താഴ്മയുള്ളവരെ. Those who are humble. ഹല്ലേലൂയ. സ്തോത്രം. താഴ്ന്നവനായി ഒരുവൻ ഈ ഭൂമിയിലേക്ക് വന്നു. There was one person who came humble. ദൈവമായിരിക്കെ, being God, ദൈവത്തോടുള്ള സമത്വത്തെ മുറുകെ പിടിക്കാതെ, rather than holding on to his godly nature. ഇന്ന് നമ്മൾ പലതും മുറുകെ പിടിച്ചിരിക്കുക. Many times we are still നമ്മുടെ holding on പാരമ്പര്യം to. ഇന്ന് നമ്മൾ മുറുകെ പിടിച്ചിരിക്കുക. We still hold on to our ancestry. നമ്മുടെ വലിപ്പം ഇന്ന് നമ്മൾ മുറുകെ പിടിച്ചിരിക്കുക. We still hold on to our bigness. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുക, But the Holy Spirit is നീ saying, മുറുകെ പിടിച്ചതിനെ മുഴുവൻ നീ വിട്ടേ മതിയാകത്തുള്ളൂ. whatever you're holding on to, you must let go. നീ നിന്റെ ബുദ്ധിമണ്ഡലത്തിൽ വെച്ചിരിക്കുന്ന നിന്റേതായ ബുദ്ധിമണ്ഡലത്തെ നീ ദൈവകരങ്ങളിൽ സമർപ്പിച്ചേ മതിയാകത്തുള്ളൂ. Whatever knowledge you still hold on to, you need to surrender that before God. പരിശുദ്ധാത്മാവിനെ ഹല്ലേലൂയ പ്രവർത്തിപ്പാൻ തക്കവണ്ണം നീ നിന്നെ ഏൽപ്പിച്ചു കൊടുത്തേ മതിയാകത്തുള്ളൂ. You must give yourself before the Holy Spirit ഇവിടെ to work പറയുക, on. യഹോവ താഴ്മയുള്ളവനെ ഉയർത്തുന്നുവെന്ന്. Here it says the Lord lifts up the ഒരു humble. ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? Do you desire for lifting up? ഒന്നെങ്കിലും ഒന്ന് ചെയ്യുക. Do one thing. ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. To surrender yourself before ഒന്നുമില്ല God. എന്ന് ദൈവത്തോട് പറയുക. Say that you are nothing before ഉന്നത God. മനോഭാവങ്ങളൊക്കെ വിട്ടുകളയുക. Let aside your Praise God. അവന്റെ കരത്തിലെ ഉയർച്ച അനുഭവിപ്പാൻ തക്കവണ്ണം you will be ഇടയാകും. able to experience the lifting ആ up. വാക്യത്തിൽ തന്നെ പറയുന്നു, അവൻ ദുഷ്ടരെ നിലത്തോളം താഴ്ത്തുന്നുവെന്ന്. And he casts the wicked to the ground. ജീവിതത്തിൽ തകർച്ചയുടെ പാതയിൽ കൂടി നാം യാത്ര ചെയ്യുന്നുവെങ്കിൽ, If we travel through destruction in our lives, yes, ഒന്ന് ചിന്തിച്ചു കൊള്ളുക, just think to yourself എവിടെയോ ഒരു പാളിച്ച ജീവിതത്തിൽ സംഭവിച്ചു. that if somewhere in your life you have എവിടെയോ went ദൈവ wrong, വഴികളെ വിട്ട് ഞാൻ മാറിപ്പോയിരിക്കുന്നു. that you traveled away from God's way, ദൈവ വഴികളെ ചേർന്ന് നടക്കുവാൻ തക്കവണ്ണം to travel with God's way, നമുക്ക് കഴിയണം. we must be able to do that. ദൈവ വഴികളോട് നാം ചേർന്ന് നടക്കുന്നുവെങ്കിൽ, If we travel aside God's way, സ്വർഗീയ കരം നമുക്ക് അനുഭവിപ്പാൻ തക്കവണ്ണം we ഇടയാകും. will be able to experience God's സ്വർഗീയ right നന്മ നമുക്ക് hand. അനുഭവിപ്പാൻ തക്കവണ്ണം We will be able ഇടയാകും. to experience heaven's blessings. പ്രിയ ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം തിരിച്ചറിയട്ടെ, Let us know this truth this morning, സർവശക്തനായ ദൈവത്തെ നാം ആരാധിക്കുന്നത്. that we serve the Almighty നമ്മുടെ God, പ്രതിസന്ധികൾ, നമ്മുടെ കാര്യങ്ങളെല്ലാം നന്നായി അറിയുന്ന ദൈവത്തെ നാം ആരാധിക്കുന്നത്. that we serve the God who knows everything of അവൻ us. നമ്മുടെ കാര്യങ്ങളിൽ മേൽ അവൻ പ്രവർത്തിക്കണമെങ്കിൽ, And if he needs to act on our lives, നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിച്ചേ മതിയാകും. we need a change in our അവൻ lives. ആഗ്രഹിക്കുന്നതായ പ്രവൃത്തി പദത്തിൽ കൂടി നാം സഞ്ചരിച്ചെങ്കിൽ മാത്രമേ അവൻ നമ്മിൽ മേൽ പ്രസാദിക്കത്തുള്ളൂ. Only if we walk in the ways in which he desires, then we will be able to experience that പതിനൊന്നാമത്തെ വാക്യം joy. പറയുന്നു, In verse 11 it says, തന്നെ ഭയപ്പെടുകയും but those who take pleasure in him, തന്റെ ദയയിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരിൽ and those who fear him, യഹോവ പ്രസാദിക്കുന്നു എന്ന്. that God takes pleasure in them. If you want to അവന്റെ പ്രസാദം, അവന്റെ കരുണ, അവന്റെ ഫേവർ നമുക്ക് അനുഭവിക്കണമെങ്കിൽ, If we want to experience God's favor, നാം അവനെ ഭയപ്പെടണം. we must fear him. ഭയപ്പെടുക എന്ന് പറയുമ്പോൾ അവനെ ഒരു ഭീകരനായിട്ട് കണ്ടുകൊണ്ട് ഭയപ്പെടുവാനല്ല അവിടെ പറയുന്നത്. It is not asking us to be scared or afraid. ദൈവം ആരെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, We must understand who God is, ദൈവം ആരെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവനെ സ്നേഹിച്ച് to understand and love him, അവന്റെ വഴികളിൽ ജീവിക്കുക, and to live in his ways, അവന്റെ ദയയിൽ പ്രത്യാശ വയ്ക്കുക. and to put your hope അവൻ in his എന്നെ love. ഇതുവരെയും നടത്തിയ ദൈവമാകുന്നു എന്നുള്ളതായ പ്രത്യാശയിൽ അല്ലെങ്കിൽ ആ ബോധ്യത്തോടെ നാം നടക്കുന്നുവെങ്കിൽ, And if you understand that he is the one that's leading you, നിശ്ചയമായി അവന്റെ പ്രസാദം നമ്മോടുകൂടെ എപ്പോഴും his ഉണ്ടായിരിക്കും. favor will always be with ഇന്ന് us. പകൽക്കാലം This morning, നാം തിരിച്ചറിയണം, we must understand ഈ എന്നിൽ പ്രസാദിപ്പാൻ തക്കവണ്ണം സ്വർഗം ആഗ്രഹിക്കുമ്പോൾ, that when heaven desires to put favor upon us, സ്വർഗം എന്നെ ഒന്ന് തൊടുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുമ്പോൾ, when heaven desires to touch you this സ്വർഗം morning, എനിക്ക് വേണ്ടി അനുഗ്രഹം ചെയ്യുവാൻ വേണ്ടി അവൻ ഒരുങ്ങിയിരിക്കുമ്പോൾ, when heaven is ready to give ആ blessing, അനുഗ്രഹം ഞാൻ പ്രാപിക്കണമെങ്കിൽ, if I want to receive that ആ blessing, അനുഗ്രഹം എന്റെ തലമുറകളിലേക്ക് വ്യാപരിക്കണമെങ്കിൽ, if that blessing should be ആ poured upon my അനുഗ്രഹം എന്റെ generation, ദേശത്തെ അനുഭവിക്കണമെങ്കിൽ, if
that blessing should be എന്റെ on my ഭവനത്തിൽ nation, അനുഗ്രഹം നിലനിൽക്കണമെങ്കിൽ if that blessing should remain in my ഞാൻ household, അവനെ ഭയപ്പെട്ട് ജീവിച്ചേ മതിയാകത്തുള്ളൂ. I must fear him and live with him. അതിനുള്ള കൃപ അപ്പാ നീ എനിക്ക് തരണമേ എന്ന് We പ്രാർത്ഥിക്കാം. must pray, God, give me that grace. നിശ്ചയമായി ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തുന്നുവെങ്കിൽ, And if we surrender ourselves അവന്റെ before കരങ്ങളിൽ God, നമ്മെ ഏൽപ്പിക്കുന്നുവെങ്കിൽ, if we put ourselves in God's hands, സ്വർഗീയ പ്രസാദം അനുഭവിപ്പാനിട്ടിടയാകും. then we will be able to experience the heavenly ദൈവത്തിന്റെ favor. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. May the Lord bless us all with these words. Praise the Lord. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവിക ചിന്തകൾ നമുക്ക്